പാലത്തിന്റെ മോളിൽ കൂടെ പോവുകയാണ് ബൈക്ക് ഓട്ടിക്കാണ്ട്. ഡോങ്ങിലെ ഓറഞ്ച് തോട്ടം ഇഷ്ടം പോലെ ഓറഞ്ച് കേട്ടോ. ഒരു മനുഷ്യന്മാരില്ല, അവനാന് വേണ്ടത്ര പറിച്ച് കഴിക്കുക. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഓറഞ്ചാണ്. കണ്ടില്ലേ, ഓറഞ്ചിന്റെ സീസൺ ആണ് ഇപ്പൊ ഇവിടെ. ഓ എന്താ തെളിഞ്ഞ വെള്ളട്ടോ, അടിപൊളി വെള്ളാണ്. പാലത് ബെയിലി പാല ആർമിക്കാരുണ്ടാക്കുന്ന പാലല്ല, അതാ തോന്നുന്നു കണ്ടിട്ട്. ഡോങ്ങിന്ന് 20 കിലോമീറ്റർ ഓടിയെത്തുന്ന സ്ഥലമാണ് കഹോ എന്ന് പറഞ്ഞ ലാസ്റ്റ് വില്ലേജ്, ഇന്ത്യൻ്റെ ലാസ്റ്റ് വില്ലേജ്. ഇതിനപ്പുറം പിന്നെ ചൈനയാണ്, 2-3 കിലോമീറ്ററും കൂടി പോയാൽ ചൈനയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ഔട്ട് പോസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു അപ്പുറത്തൊരു ആർമി ക്യാമ്പ് ഉണ്ട്. അപ്പോൾ കഹോ വില്ലേജാണ് അപ്പുറത്തുള്ളത്, ആ കാണുന്നത്. അപ്പോൾ അതുവരെ എത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ചൈന ബോർഡർ വരെ. ഇതാണ് കേട്ടോ ബോർഡർ. ഇതിൻ്റെ അപ്പുറത്താണ് ചൈന. ഇതുവരെ വരാം, ഇതിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റൂല. കഹോ വില്ലേജ്, ചുറ്റുഭാഗം മലനിരകൾ. അങ്ങനെ നമ്മളെ വണ്ടി ഇന്ത്യയുടെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ചൈന ബോർഡറിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടീനൊന്ന് സമ്മതിക്കണം. ഞാൻ ഏതായാലും സമ്മതിച്ചു. ഞാന് കഹോല ഒരാളായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇവരപ്പം പൈൻ മരങ്ങളെ കൊമ്പൊക്കെ എടുത്തിട്ടേ ഗ്രാമവാസികളൊപ്പം കൂടിയതാണ്. ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട് കേട്ടോ ഈ ഒരു കുന്നിന്റെ മുകളില്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട്. ഈ വില്ലേജിലാണിന്ന് താമസിക്കുന്നത്. കണ്ടില്ലേ, ഈ മരം കൊണ്ടുണ്ടാക്കിയ ഈ ഒരു വീട്ടില് എന്ത് രസാന്നോ ഈ വില്ലേജ് കാണാൻ. കണ്ടില്ലേ, ഈ വില്ലേജിന്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ ഓറഞ്ചാണ്. മലനിരകള്, അപ്പുറത്ത് നദി, കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് നാടൻ കോഴികളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നാടൻ കോഴികളൊക്കെ ഇതാ, കുറേ കോഴിക്കുട്ടികളുണ്ട്. പക്കാ ഒരു വില്ലേജ്. കണ്ടില്ലേ, വില്ലേജിൻ്റെ എല്ലാ തനിമയുള്ളൊരു സ്ഥലമാണ് കഹോ. കഹോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഫുള്ള് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് പറിക്കുക, തിന്നുക. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ഓറഞ്ചാണ്. കണ്ടില്ലേ, അവിടെ ദാ ഓറഞ്ച്. അതുപോലെ ദാ ഇവിടെയൊക്കെ മുകളിലൊക്കെ കാണുന്നതൊക്കെ ദാ ഓറഞ്ചാണ്. കണ്ടില്ലേ, ഓറഞ്ച് തോട്ടാണ് ഇഷ്ടം പോലെ ഉണ്ട്. എടുക്കുക, പറിക്കുക, തിന്നുക. ദീദീന്റെ വീട്ടിൽ വന്നിട്ട് ചോറും പോർക്കും ഫിഷ് കറിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചമ്മന്തിയൊക്കെ ഉണ്ട്, അടിപൊളി ഭക്ഷണമാണ്. ഇന്നലെ നമ്മൾ താമസിച്ചത് കഹോല ഒരു വീട്ടിലാണ് കേട്ടോ. ആ വീട്ടുകാരാണ് ഇവിടെ ഉള്ളത്. ഒരു ദീദിന്റെ മക്കളും അവരാണിത്. ഞാൻ പോലെ. My name is Yonchuk Dorma Mior. कितना क्लास में? I'm class 11. 11 ക്ലാസ്സിലാണ്. അടുത്ത ഇതാണ്. ഹലോ, ഞാൻ പോലെ. My name is Pumu Mior. പിന്നെ അടുത്തത് ഇവരെ അമ്മയാണ് കേട്ടോ. ദീദി ഇവിടെ ഉണ്ട്. പിന്നെ ഒരു മോനും കൂടി ഉണ്ട്, 2 മക്കളും കൂടി ഉണ്ട്. ഒരാൾ താഴെയുണ്ട്, പിന്നെ ഒരാൺമകന് അവിടെ അപ്പുറത്തുണ്ട്. ചൈനേന്റെ ബോർഡറിലാണിത് ഈ വീടുള്ളത്. ഇവരെ ഒരു ഹോം സ്റ്റേ ആണ്. ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഹോന്ന് കിബത്തൂലേക്ക് പോവുക കേട്ടോ. ഇവിടുന്ന് ഒരു തൂക്കുപാലുണ്ട്, അതിന്റെ മുകളിൽ കൂടെയാണ് പോണത്. പിന്നെ കിബത്തൂല് ഇപ്പൊ റോഡ് പണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ ബ്ലോക്കായി അവിടെ നിൽക്കുന്ന പറഞ്ഞത്. അപ്പൊ ബൈക്ക് തൊട്ടപ്പുറത്ത് വെച്ചു, പാലത്തിന്റെ അവിടെ വെച്ചിട്ട് ഈ പാലത്തും കൂടെ നടന്നു പോവാണ്. തൂക്കുപാലത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോയിട്ട് കിബത്തൂല് പിന്നെ കുറച്ച് ദൂരമുള്ളൂ. അങ്ങനെ നടന്നു അങ്ങോട്ടും പോകും. കഹോന്ന് കിബത്തൂലേക്ക് പോവുക കേട്ടോ. തൂക്കുപാലം കഴിഞ്ഞ് ഒരു ആർമീന്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഊട് വഴി കൂടെ ഒക്കെ വന്ന് ഇങ്ങനെ ഗൈഡ് ദീദീന്റെ മോളുണ്ട് കൂടെ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഒരു പൊടിപടലം പോലെ കാണില്ല, അത് ചൈന റോഡ് ഉണ്ടാക്കുക കേട്ടോ കിബത്തൂലേക്ക്. ആ കാണുന്നതാണത് സംഭവം. സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം ഇങ്ങനെ പോവാന്. ഷോർട്ട് കട്ട് വഴിയല്ലേ.
പിന്നെ നമ്മളെ ദീദീൻ്റെ ഹസ്ബൻഡ് തേസു എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ജോലി ചെയ്യണത്. പിന്നെ അവരെ 4 മക്കള്, ഒരാണ് 3 പെൺകുട്ടികൾ, അങ്ങനെയാണ് അവരെ കുടുംബം. പിന്നെ മൊത്തത്തിൽ ആ ഏരിയ കഹോ എന്ന് പറഞ്ഞിടത്ത് ഒരു സ്കൂളുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ ചെറിയ കുറച്ച് കടകൾ, കുറച്ച് വീടുകൾ, ഹോം സ്റ്റേകൾ, ചുറ്റുഭാഗം മലനിരകൾ, പിന്നെ ആർമീൻ്റെ കുറച്ച് സംഭവങ്ങൾ, പിന്നെ ഒരു ചൈന ബോർഡറിക്കുള്ളൊരു ചെക്ക് പോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു ഗ്രാമമാണ് പിന്നെ കഹോ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം. ഇന്നലെ രാത്രി പിന്നെ ദീദീൻ്റെ ഹസ്ബൻഡ് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടോ. വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങിയിട്ടൊക്കെ പോയാൽ മതി, കാരണം ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടീവ് ചെയ്യുന്നവരൊക്കെ. നല്ലൊരു ഫാമിലിയാണ്, അടിപൊളി. അങ്ങനെ നമ്മൾ കിബത്തു സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഐ ലവ് കിബത്തു എന്നൊക്കെ എഴുതിയിട്ട് ഇതുണ്ടല്ലേ അതിൻ്റെ ഒരു കവാടം. ഇവിടെ താഴെ ആർമി ക്യാമ്പ് ഉണ്ട്, അതുപോലെ ലോഹിത് റിവറാണ് ഒഴുകി പോണത്. കിബത്തു വില്ലേജിലെത്തിയില്ല. അങ്ങനെ 8ാം ക്ലാസ് വരെ ഉണ്ട് കേട്ടോ ഇവിടെ സ്കൂൾ. ഗവൺമെൻറ് മിഡിൽ സ്കൂൾ കിബത്തു, അരുണാചൽ പ്രദേശ്, ഇത് അഞ്ചാവ് ഡിസ്ട്രിക്റ്റിലാണ്. പിന്നെ ദീദീൻ്റെ മോള് ഇവിടെയാണ് 8ാം ക്ലാസ് വരെ പഠിച്ചതെന്ന് പറഞ്ഞത്. വില്ലേജാണ്. അവിടെ ഒരു ലാസ്റ്റ് ബേക്കറി, ഇന്ത്യൻ്റെ ലാസ്റ്റ് ബേക്കറി അറിഞ്ഞിട്ടുണ്ട്, ഈ സൈഡിലുള്ള ലാസ്റ്റ് ബേക്കറി. പക്ഷേ അടച്ചാണ്, ഇന്ന് അവധിയാണെന്ന് പറഞ്ഞു. കുട്ടികളുടെ അച്ഛൻ്റെ ബായിൻ്റെ വീടാന്നാ പറഞ്ഞത്. ഇത് ഒരു ഷോപ്പൊക്കെ ഉണ്ട് അവിടെ, കട. പിന്നെ കടേൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ. ഇതാ അവരെ വീട്, ഇതാണ് അവരെ വീട്. ഹലോ, ഹായ്, ഹൗ ആർ യു? ഇവിടുത്തെ വരെ റിലേറ്റീവ്സിന്റെ ഒരു കുട്ടിയാട്ടോ, മിച്ചു ആണ് പേര്. ഫുള്ള് ഫോണിൽ കളിയാണ്. ഹലോ മിച്ചു. ഇവിടുത്തെ വീടുകളൊക്കെ ഇതുപോലെ കേട്ടോ, മരം കൊണ്ടൊക്കെ അടിച്ചുണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. അതുപോലെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടില്ല, കിച്ചൺ സെൻറ്ററിലാണ് ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു അടുപ്പാണ്. അതിൽ വിറകൊക്കെ വെച്ച് കത്തിക്കും. പിന്നെ താഴെ മണ്ണ്, നല്ല രീതിക്ക് മണ്ണ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് ചുറ്റിലും ഇരുന്ന് തീ കായാനൊക്കെ നല്ല സൗകര്യമാണ്, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ. ഹായ്. അപ്പൊ ഇവിടെ കിബത്തൂല് വന്നപ്പോ ഇവിടെ ഒരു ITBP-ലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇവിടെ സ്ഥലം കാണിക്കാന്ന് പറഞ്ഞു വന്നതാണ്. आपका नाम बोलिए. मोहम्मद शाहवान खान. कहाँ से आप लोग? मैं बनारस. ബനാറസിലുള്ളതാണ്. I belong to Banaras, but here is the deployment is ITBP. Okay, ITBP-ലാണ്. ഇദ്ദേഹം ചായയും പിന്നെ ലേസ് കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നു. ഭയങ്കര അടിപൊളി മനുഷ്യനാട്ടോ. എന്റെ വകയായിട്ട് ഞങ്ങക്ക് നൂഡിൽസ് ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലാസ്റ്റ് പോയിന്റ് ആട്ടത്. ഇവിടെ ചെക്ക് പോയിന്റ് ഉണ്ട്, കണ്ടില്ലേ ലാസ്റ്റ്. അതിന്റെ അപ്പുറം ചൈനയാണ്. ചൈനേന്റെ സ്ഥലങ്ങളാണ് ആ കാണുന്നത്. അവിടെ ദൂരെ കാണാണ് ചൈനയുടെ സ്ഥലങ്ങൾ. അപ്പൊ ലാസ്റ്റ് ഇതുവരെ വരാം. റോഡുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് റോഡൊന്നുമില്ല. ഇവിടെ ആർമി ക്യാമ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ആ വ്യൂ പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വില്ലേജില് പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുക കേട്ടോ. വില്ലേജ് എന്താ സ്റ്റൈലും വില്ലേജ്. നല്ല കാറ്റുണ്ട്. നമ്മളെ ഇവിടുത്തെ ദീദീന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി അവര് പിന്നെ ഭക്ഷണമൊക്കെ തന്നുട്ടോ. അതൊക്കെ കഴിച്ച് തിരിച്ചു വരികയാണ് ഇപ്പോ. പിന്നെ അതേമാതിരി നമ്മളെ ITBP-ത്തെ ഉദ്യോഗസ്ഥന് അദ്ദേഹം കുറെ ആപ്പിളൊക്കെ തന്നു. ഞങ്ങൾക്ക് കുറെ ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നു അവിടെ ഒരു കടയിൽ നിന്ന്. പിന്നെ അങ്ങനെ തിരിച്ചു പോവുകയാണ് ഇപ്പോ. സമയം 3 മണി കഴിഞ്ഞു. അപ്പൊ തന്നെ ഇവിടെ വെയിലൊക്കെ പോയി, പെട്ടെന്ന് ഇരുട്ടാവും ഇവിടെ. അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇവിടെ ഞാൻ അടുത്തൊരു ഗ്രാമം കാര്യങ്ങളൊന്നും തൊട്ടടുത്തില്ല. ഒരു ഭാഗം മലയും ഒരു ഭാഗം നദിയൊക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ എവിടെയും നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇവിടുന്ന് തൊട്ടടുത്ത ഗ്രാമത്തേക്ക് പോകണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ, താങ്ക് യു. ബൈ 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 ബൈ. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ 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 ബൈ. ദീദീന്റെ റിലേറ്റീവ്സിന്റെ ഒരു പഴയ വീടുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് വർഷം പഴയതാണ്. അപ്പം അത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഞങ്ങളിന്ന് വരുന്ന വഴിക്കാണ് കേട്ടോ ഈ വീടുള്ളത്. ഭയങ്കര ഫേമസ് ആണെന്നാണ് പറഞ്ഞത്.
അങ്ങനെ അത് കാണാൻ വേണ്ടി വന്നതാണ്. ആ ഇതാണ് കേട്ടോ പഴയ വീട്. ഇതാ കണ്ടില്ല അപ്പുറത്ത് ഒരുപാട് വർഷം പഴക്കമുണ്ട് എന്ന് അറിഞ്ഞു. ഈ ഗ്രാമത്തിലെ പഴയ വീടാണ്, മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ എന്താ ഓൾഡ് വീടാണ്. ആ ദീദീന്റെ അച്ഛനും ദീദീന്റെ അമ്മയാണ് കേട്ടോ അത്. ഞങ്ങളവരെ വീട്ടിൽ വന്നതാണ്. ഇപ്പൊ വീടിന്റെ നടുക്ക് ഇതാ വിറക് കത്തിച്ച് തീയൊക്കെ ഇട്ടതാണ്. അപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോ കണ്ടില്ലേ 60-70 വർഷം പഴക്കമുള്ള വീടാന്നാ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു വീട് ഇവിടെ തൊട്ടടുത്തൊന്നുമില്ല. എന്തായാലും ആ മരാണ്, പഴയ മരം കണ്ടില്ലേ, ഫുള്ള് മരം കൊണ്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വീട്ടിൽ വരാനും കാണാനും കഴിഞ്ഞു ഞങ്ങക്ക്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ആണി അടിച്ചതോ അങ്ങനെയൊന്നല്ല, ഇതിങ്ങനെ ഓരോന്ന് ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയാണ്. പിന്നെ ഇത് ഫുള്ള് മെഷീനറി, മറ്റേ വാളോ കാര്യങ്ങളൊന്നും ഇല്ല. അന്നത്തെ കാലത്ത് ഇങ്ങനെ പിന്നെ വെട്ടുകത്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അവരെന്നെ ഉണ്ടാക്കിയതാന്നാ പറഞ്ഞത്. കണ്ടില്ലേ, ഇതിന്റെ ഇത് കണ്ടാൽ തന്നെ അറിയാലോ, അതിന് വാളോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. ഇതിന്റെ വാതിലൊക്കെ കണ്ടില്ല, ചെറിയൊരു വാതിലാണ്. ഇവിടുത്തെ വാതിലുകളൊക്കെ പൊതുവെ ചെറുതാണ്. അവരെ വിശ്വാസപ്രകാരം അങ്ങനെ ചെറിയ വാതിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. ഇതിന്റെ നിലം കണ്ടില്ലേ, ഇതൊക്കെ മരം കൊണ്ട് പാനലിങ് ചെയ്തതാട്ടോ. ഇതൊക്കെ കൈ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ പിന്നെ അന്നൊന്നും വാളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ മില്ലിലൊന്നും പോയിട്ടല്ലല്ലോ. അപ്പൊ ഇത് മൊത്തം കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ്. ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇത് യാദൃശ്യമായിട്ട് അങ്ങനെ കിട്ടിയതാണ്. കാരണം ദീദി പറഞ്ഞതാണ് ഇങ്ങനെ ഒരു വീടുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ വന്ന് കാണാൻ പറ്റി. ഏതായാലും ये छत को क्या बनाया कहानी है क्या कहानी आप सुनो वो सी क्वेश्चन था वो है ഇവരെ ബെഡ്റൂമാണ് കേട്ടത്. ये खोजा ഇത് കണ്ടില്ലേ, ബെഡ്റൂം, TV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ നിലം കണ്ടില്ലേ, ये नाम है മരം. अच्छा ऐसा ഇവർക്ക് പുതിയൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മോദി സർക്കാരിന്റെ അടുത്ത് നിന്ന് കിട്ടിയതെന്നാ പറഞ്ഞത്. ये है मोदी सरकार ആ മോദി സർക്കാരിന്റെ വീടാണ് ഇതാന്ന് പറയുന്നത്. കാരണം പുതിയൊരു വീടാണ്. ഇതും പൈൻ മരം കൊണ്ടാട്ടോ. ഇത് നല്ലൊരു സൂപ്പർ വീടാണ്. പിന്നെ ഇത് അവരെ ഓൾഡ് വീട് കണ്ടില്ലേ, ഓൾഡ് വീടാണ് ഇത്. ഇതിന്റെ അടിയിലൊക്കെ കല്ലും മരങ്ങളൊക്കെ ഇട്ട് വെച്ചത്. അടിയിൽ കല്ല് വെച്ചിട്ട് അതിന്റെ മുകളിൽ മരം വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇത് താങ്ങി നിർത്തിയിട്ടുള്ളത്. പിന്നെ മരത്തിന്റെ തൂണുകളും വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ദൂരത്തു നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ് ഈ വീട്. അതാണ് പഴയ വീട്. ഇപ്പുറത്തുള്ളത് പുതിയ വീട്. ഈ ഒരു വില്ലേജിലാണ് കേട്ടോ ഈ വീട്. മിസായി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര്. മിസായി അല്ല ഈ സ്ഥലത്തിന്റെ പേര്, മിസായി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. എന്തായാലും ഇതൊക്കെ കാണാനും ഒക്കെ പറ്റിയതായാലും ഇങ്ങനെ ഒരു വീടും കൂടി, പഴയൊരു വീടും കൂടി ഇവിടെ കാണാൻ പറ്റിയതായാലും.